ഹായ്, ഇന്ന് ഈ ടോപ്പിൻ്റെ കട്ടിങ് വീഡിയോ ആട്ടോ കാണിക്കുന്നത്. 3 വയസ്സായ കുട്ടിക്കുള്ള ഒരു ക്രോപ്പ് ടോപ്പാട്ടത്. അപ്പോൾ നമ്മൾ ടോപ്പ് അടിക്കാനുള്ള സീക്വൻസ് വർക്കുള്ള ഈ ഒരു നെറ്റിൻ്റെ മെറ്റീരിയലിൽ കുറച്ച് ഹാൻഡ് വർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ട്യൂബ് ബെഡ്സ് വെച്ചിട്ട് ഇതിൽ സെൻറ്ററിലൊരു സ്റ്റോണും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് കട്ട് ചെയ്തെടുക്കുക. ഇത് ഫ്രണ്ട് ഭാഗത്തേക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ ഈ ഒരു വർക്ക് പീസ് എടുക്കുന്നത്. ബാക്കിലേക്ക് പ്ലെയിൻ നെറ്റാണ്. ഷോൾഡർ 5 ഇഞ്ച് മാർക്ക് ചെയ്യുക. താഴത്തേക്ക് ഒരു 4.25 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഒരു 1/2 ഇഞ്ച് അല്ലെങ്കിൽ 1/4 ഇഞ്ച് ഷോൾഡർ സ്ലോപ്പ് കൊടുക്കാൻ മാർക്ക് ചെയ്യുക. ചെസ്റ്റ് 7 ഇഞ്ചാട്ടോ വരുന്നത്. 6 ഇഞ്ച് വരുന്നുണ്ട്. 1 ഇഞ്ച് തയ്യൽ തുമ്പ് കൂട്ടിയിട്ട് 7 ഇഞ്ച്. ഇതുപോലെ തന്നെ താഴത്തും. ആം ഹോള് ഇതിൻ്റെ പകുതിയിൽ നിന്ന് ഇങ്ങോട്ട് ഷേപ്പ് ചെയ്തെടുക്കുക. 4.5 അല്ലേ, അപ്പോൾ 2.25 ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഷേപ്പ് ചെയ്തെടുക്കുക. നെക്ക് വിഡ്ത്ത് 2 ഇഞ്ച്. നെക്ക് ലെങ്ത്ത് മാർക്ക് ചെയ്യണില്ല. ഈ വർക്ക് ചെയ്ത പീസിന് അനുസരിച്ചിട്ട് കട്ട് ചെയ്തെടുക്കണില്ല കേട്ടോ. അതിൻ്റെ കൂടെ സ്റ്റിച്ച് ചെയ്തതിൻ്റെ ശേഷമാണ് കട്ട് ചെയ്തെടുക്കുന്നത്. നെക്ക് ലെങ്ത്ത് എത്ര വരുന്നു നോക്കട്ടെ. 4 ഇഞ്ച്. നെക്ക് കട്ട് ചെയ്യുന്നില്ല. ഫ്രണ്ട് പീസ് ലൈനിങ് കട്ട് ചെയ്യുക. ഇവിടെ ഒരു 1/2 ഇഞ്ച് കയറ്റിയിട്ട് ഷേപ്പ് കൊടുക്കണം. ഫ്രണ്ട് പീസ് ആട്ടോ. ഇനി ബാക്ക് പീസ്. ഇതുപോലെ ഇങ്ങനെ ഈ ഓപ്പണുള്ള വശം ഇങ്ങനെ ഒപ്പാക്കിയിട്ട് വെച്ച് കൊടുക്കുക. ബാക്ക് പീസിൽ ആദ്യം ഇവിടെ 1 ഇഞ്ച് മാർക്ക് ചെയ്തെടുക്കുക. അത് ഹുക്ക് വെക്കാനുള്ള തയ്യൽ തുമ്പാട്ട. ഹുക്ക് വെക്കാനുള്ള ഇതിന് 1 ഇഞ്ചോ അല്ലെങ്കിൽ 3/4 ഇഞ്ചോ ഇട്ടാലും മതി. ഇനി ഈ പീസ് ഉണ്ടല്ലോ കേട്ടോ, ഇങ്ങനെ ഉപ്പാക്കിയിട്ട് വെച്ച് കൊടുക്കുക. ഇതിനെ ഈ മാർക്കിങ്ങിൻ്റെ ഇവിടെ ഇട്ട് വെച്ച് കൊടുക്കേണ്ടത്.
അത് ഈ ഷേപ്പ് ഇതേപോലെ തന്നെ കട്ട് ചെയ്തെടുക്കുക. ബാക്ക് പീസിൽ ഒരു 5.5 ഇഞ്ച് ഓക്കെ, ഇവിടെ 2 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഈ 2 ഇഞ്ചിൽ നിന്ന് ഇതിലേക്ക് ഇങ്ങനെ ഒരു വി ഷേപ്പിലാട്ട കട്ട് ചെയ്യുന്നു. ഇതൊന്നിങ്ങനെ കർവ് ചെയ്തിട്ട് വേണം കട്ട് ചെയ്ത് കൊടുക്കാൻ. ഇവിടെ ഇതുപോലെ ഇങ്ങനെ സ്ട്രൈറ്റ് ആയിട്ട് കട്ട് ചെയ്യുക കേട്ടോ. ഞാൻ കഴിഞ്ഞൊരു ഓണത്തിൻ്റെ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്തിരുന്നു, അതേപോലെ തന്നെ കേട്ടോ അതും. ഇതിൻ്റെ ബോഡി പാർട്ട് കട്ട് ചെയ്യണത് വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടോക്കട്ടെ, ക്ലിയർ ഒന്നുമില്ല. ഇനി ഇതേപോലെ നെറ്റ് കട്ട് ചെയ്തെടുക്കാം. നെറ്റും ലെങ്ത്തിൽ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 11 ഇഞ്ച് ലെങ്ത്തിൽ അങ്ങനെ ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടാണ്. ബാക്ക് പീസാണ് കേട്ടോ. ബാക്ക് പീസിലേക്ക് നെറ്റിൻ്റെ 2 പീസ് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതേപോലെ ഒരെണ്ണം കൂടി കട്ട് ചെയ്തെടുക്കുക. അടിച്ച് മറിച്ചതിന് ശേഷം കട്ട് ചെയ്താൽ മതി. ബാക്കിലേക്ക് 2 പീസ് ഉണ്ട് കേട്ടോ. നമ്മൾ ഈ ലൈനിങ്ങിൽ ഒരു പീസ് വെക്കുമ്പോൾ ഈ ലൈനിങ് ഇങ്ങനെ തെളിഞ്ഞ് കാണുമല്ലോ. അപ്പോൾ ഒന്നും കൂടി വെച്ചാൽ ഭംഗിയുണ്ടാവും. അപ്പോൾ അങ്ങനെ 2 പീസാക്കിയിട്ടാട്ടോ വെക്കണത്. ഇനി ഇതാ ഫ്രണ്ട് പീസ് ഈ വർക്ക് പീസും ഉണ്ട്. പിന്നെ അതിൻ്റെ അടിയിൽ ഇതേപോലെ തന്നെ ഒരു പീസും കൂടി കൊടുക്കാൻ വേണ്ടിയിട്ട് പ്ലെയിൻ നെറ്റിലും ഒരു പീസ് കട്ട് ചെയ്തെടുക്കുകയാണ്. നെക്ക് കട്ട് ചെയ്യണില്ല കേട്ടോ. ഇത് ഫ്രണ്ടാട്ടോ, ഫ്രണ്ട് പീസാണ്. ഇതാ ഇതും ഈ ഒരു അളവിൽ കട്ട് ചെയ്തെടുക്കണം.
മടിച്ചിട്ട് അടിച്ചതിൻ്റെ ശേഷം കേട്ടോ കട്ട് ചെയ്തെടുക്കുന്ന ആം ഹോളും നെക്കൊക്കെ സ്ക്വയർ പീസ് കട്ട് ചെയ്തെടുത്തേക്കുക. അപ്പോൾ ഫ്രണ്ട് പീസിലേക്ക് ലൈനിങ്, പ്ലെയിൻ നെറ്റ്, വർക്ക് പീസ്, ബാക്കിലേക്കും ഇതാ ലൈനിങ് 2 പീസ് ഉണ്ട് കേട്ടോ, 2 നെറ്റ് പീസ് ഉണ്ട്.